ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ ടൗൺഷിപ്പിനായി ഭൂരിഭാഗം ഗുണഭോക്താക്കളും സമ്മതപത്രം കൈമാറി. 402 ഗുണഭോക്താക്കളിൽ 358 പേരാണ് സമ്മതപത്രം നൽകിയത്. ഇനി 44 പേർ മാത്രമാണ് സമ്മതപത്രം നൽകാനുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആഷിഖ്, എന്തായാലും ഇത്രയും അധികം ആളുകൾ സമ്മതപത്രം നൽകി എന്നുള്ളത് വളരെയധികം ആശ്വാസകരമാണ്. എന്തുകൊണ്ടാണ് ഇനി നൽകാനുള്ളവർ മടിച്ചു നിൽക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ ടൗൺഷിപ്പിനായി ഭൂരിഭാഗം ഗുണഭോക്താക്കളും സമ്മതപത്രം കൈമാറിയിരിക്കുകയാണ്. 402 ഗുണഭോക്താക്കളിൽ 358 പേരാണ് സമ്മതപത്രം നൽകിയത്. ഇനി 44 പേര് മാത്രമാണ് ഈ ഒരു സമ്മതപത്രം നൽകാനുള്ളത്. പുനരധിവാസത്തിന് ഉള്ള അവിടെ നടപടികളെല്ലാം അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആഷിഖ്, എന്തുകൊണ്ടാണ് ഈ 44 പേർ മടിച്ചു നിൽക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി അടക്കം വന്ന ഇവിടെ മാതൃകാ ടൗൺഷിപ്പിനുള്ള തറക്കല്ലിടൽ കർമ്മം നടത്തിയത്. അടുത്ത മാസത്തോടുകൂടി നിർമ്മാണം തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. ആ ഘട്ടത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തുവരുന്നത്. അതിൽ ഭൂരിഭാഗം പേരും ഈ ടൗൺഷിപ്പിലേക്കുള്ള സമ്മതപത്രത്തിൽ ഭൂരിഭാഗം പേരും ഈ ഒരു സമ്മതപത്രം നൽകി എന്നുള്ളതാണ്. ആകെ 402 ഗുണഭോക്താക്കളാണ് ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 358 പേരും ഇതിലേക്കായി സമ്മതപത്രം നൽകിയിട്ടുണ്ട്. 264 പേർ ടൗൺഷിപ്പിലെ വീടിനായും 94 പേർ സാമ്പത്തിക സഹായം, അതായത് 15 ലക്ഷം രൂപ സാമ്പത്തിക സഹായത്തിനുമായിട്ടാണ് സമ്മതപത്രം നൽകിയിട്ടുള്ളത്. 44 പേർ മാത്രമാണ് ഈ നിലവിൽ സമ്മതപത്രം നൽകാനുള്ളത്. അവർക്ക് ഏപ്രിൽ 3 വരെ സമയമുണ്ട്. ആ ഏപ്രിൽ 3-നുള്ളിൽ മുഴുവൻ പേരും സമ്മതപത്രം നൽകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ആദ്യഘട്ട ലിസ്റ്റിലെ മുഴുവൻ പേരും, അതായത് വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട മുഴുവൻ പേർ നേരത്തെ തന്നെ 242 പേരും സമ്മതപത്രം നൽകിയിരുന്നു. അതിന് പിന്നാലെയുള്ള ഭൂരിഭാഗം 160ഓളം പേര് 114 പേരാണ് നിലവിൽ സമ്മതപത്രം നൽകിയത്. 44 പേർ മാത്രമാണ് സമ്മതപത്രം നൽകാനുള്ളത്. അവരും അടുത്ത ദിവസങ്ങളിൽ തന്നെ സമ്മതപത്രം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമ്മതപത്രം കൂടുതലായി നൽകുന്നതിലൂടെ തന്നെ വൈകാതെ തന്നെ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഭൂരിഭാഗം അവസാനിപ്പിച്ച് ഏകദേശം കോടതി അനുമതി നൽകി കഴിഞ്ഞാൽ ഏപ്രിൽ 3-ഓടുകൂടി തന്നെ ഏകദേശം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിച്ചതിനാൽ ഉടനെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും പുനരധിവാസത്തിനുള്ള ഓരോ തടസ്സങ്ങളും മാറി മാറി വരുന്നു. അത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ദുരന്തബാധിതർക്കും ഏറെ സന്തോഷം നൽകുന്നതാണ്. വൈകാതെ തന്നെ ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും അവസാനിച്ച് ഏറ്റവും പെട്ടെന്ന് നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് സർക്കാരിനെയും പ്രതീക്ഷ. സ്വാതി. ശരി ആഷിഖ്, എന്തായാലും വലിയ ആശ്വാസകരമാണ്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ ടൗൺഷിപ്പിനായി ഭൂരിഭാഗം ഗുണഭോക്താക്കളും സമ്മതപത്രം കൈമാറി എന്നുള്ളത്.